നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസമാവുകയാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തേക്ക് വന്നാൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് സമാപനമായിരിക്കുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ വലിയ പ്രതീക്ഷയിലാണ്. വലിയ കോള് പ്രതീക്ഷിച്ചാണ് മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോയിരിക്കുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി ഇന്ന് ഹൈക്കോടതിയിലേക്ക്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് നിർണായകം. UDF MPമാർ ഇന്ന് ഛത്തീസ്ഗഡിലേക്ക്. ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളിൽ ഇന്നും പരിശോധന. ഇന്നലെ ലഭിച്ച അസ്ഥികൾ പരിശോധനയ്ക്ക് അയച്ചു. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന പോയിന്റ് 8-ൽ ഇന്ന് മണ്ണ് നീക്കി പരിശോധിക്കും. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. വേടനെ ചോദ്യം ചെയ്യുക, പരാതിയുടെ ആധികാരികത ഉറപ്പിച്ച ശേഷം മുൻകൂർ ജാമ്യം തേടി വേടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന സൂചന. ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തിന് ശേഷം യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലിറങ്ങി. മത്സ്യബന്ധന മേഖല പ്രതീക്ഷയിൽ. ഇടുക്കിയിലെ 10 ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം. പട്ടയം നൽകാൻ അനുമതിയില്ലെന്ന നിലപാടിൽ വൈദ്യുതി വകുപ്പ്. റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കെന്ന കോൺഗ്രസ്. ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ടെസ്റ്റിൽ ഇന്ത്യ 6 വിക്കറ്റിന് 204 റൺസ് എന്ന നിലയിൽ. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട്. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒരാഴ്ചയായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. ബിലാസ്പൂരിലെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകുന്നത്. കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ജാമ്യാപേക്ഷ നൽകും. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്കായി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹൈബീഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ UDF MPമാർ ഇന്ന് ദുർഗിലെത്തും. CPM നേതാക്കൾ PK ശ്രീമതിയും CS സുജാതയും ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും. ധർമ്മസ്ഥല പരിശോധനയിൽ ഇന്ന് നിർണായക ദിനമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന പോയിന്റ് 8-ൽ ഇന്ന് മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കും. അസ്ഥികൂടം ലഭിച്ച പോയിന്റ് 6-ൽ വീണ്ടും പരിശോധന നടത്താൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നിർണായകമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്തരത്തിൽ കൂടുതൽ പോയിന്റുകൾ കേന്ദ്രീകരിച്ച പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാകും ഇന്നത്തെ നടപടിക്രമങ്ങൾ? ശ്രീകാർത്തിക, ഇന്ന് പ്രധാനമായും 8ാമത്തെ പോയിന്റിലായിരിക്കും പരിശോധന നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. കാരണം 8ാമത്തെ പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നുള്ള ക്ഷേത്ര മുൻ പരിചാരകൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കൊണ്ടുവന്ന ശേഷം തന്നെയായിരിക്കും, അതായത് ഈ ദൃക്സാക്ഷിയും കൊണ്ടുവന്ന ശേഷമായിരിക്കും ഇവിടെ പരിശോധന നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ 13 പോയിന്റുകളിലായി താൻ 100-ലധികം മൃതദേഹങ്ങൾ, കൂടുതലും സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുമ്പാകെ, അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെയും എല്ലാം തന്നെ മൊഴി നൽകിയതാണ്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോയിന്റ് 6-ൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് 6-ൽ നിന്നാണ് 15 അസ്ഥികളും ഒപ്പം തന്നെ തലയോട്ടിയിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു പുരുഷൻ്റേതാണ് എന്നുള്ളതാണ് ഒരു സംശയമാണുള്ളത്. അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രാഥമിക നിഗമനവും. എന്തായാലും ഇന്ന് 8-ലേക്കാണ് പോവുക. 8-ലാണ് ഇന്ന് പ്രധാനമായും. പക്ഷേ 6-ലും ഈ പോയിന്റ് 6-ൽ ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അതായത്
ഇവിടെ എല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രം പോലുള്ള എക്സ്കവേറ്റർ പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വലിയ തോതിൽ തന്നെ ഉറവയെടുത്ത് വെള്ളം പൊങ്ങി വരുന്നൊരു അവസ്ഥയുണ്ട്. കാരണം നേത്രാവതി നദിക്കരയിലാണ് ഈ സംഭവം ഉള്ളത്. അതുകൊണ്ട് മഴ പെയ്യുന്നൊരവസ്ഥയുമുണ്ട്. അങ്ങനെ വരുന്നതാണ് പലപ്പോഴും ഈ ഒരു ദൗത്യത്തിന് തിരിച്ചടിയാവുന്നത് അല്ലെങ്കിൽ വിലങ്ങുതടിയാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എട്ടാം നമ്പറിൽ പരിശോധന നടത്തുമ്പോൾ, 8ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് മഴ തുടരുകയും ചെയ്യുന്നു. ഇവിടെ വ്യാപകമായി തന്നെ കുഴിയെടുക്കുമ്പോൾ വെള്ളം ഉയർന്നു വരുന്നൊരു അവസ്ഥയുമുണ്ട്. ഇതെങ്ങനെ മറികടക്കും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നോക്കുന്നത്. എന്തായാലും 6ലും 7ലും 8ലും എല്ലാം തന്നെ വളരെ കൃത്യമായ പരിശോധന നടത്തും. ഓരോ പോയിന്റിലും കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്തും. ആദ്യം മൃതദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അസ്ഥികൂടവും മറ്റും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇവിടെ പരിശോധന നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. എന്തായാലും ഇന്ന് നിർണായക ദിനം തന്നെയാണ്. ഈ ക്ഷേത്ര മുൻ പരിചാരകൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ പോയിന്റ് 8ലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം തന്നെയായിരിക്കും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ പരിശോധന നടത്തുക. ശ്രീകാർത്തിക. ശരി, ഏതായാലും ഇന്ന് ധർമ്മസ്ഥലയിലെ അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് SIT. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പോയിന്റ് 8ൽ മണ്ണ് നീക്കം ചെയ്ത പരിശോധന നടത്തുന്നത്. വിനേഷ് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന പരാതിയിൽ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യം തേടിയേക്കും. കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷികളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പരാതിയിൽ പരാമർശമുള്ളതിനാൽ ഇക്കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ ഏതായാലും വേടനുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം ഊർജിതമാക്കി തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ കുടുംബം പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തെ നിയമപരമായി തന്നെ നേരിടുമെന്ന്. എങ്ങനെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്? ശ്രീകാർത്തിക, യുവ ഡോക്ടറുടെ ലൈംഗിക പീഡന പരാതിയിൽ വേടൻ ഉടനെ തന്നെ മുൻകൂർ ജാമ്യത്തിന് തേടും എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത്. വേടൻ നിലവിൽ ഇപ്പോൾ വിദേശത്താണ്. ഈ വിദേശ പര്യടനങ്ങൾ പൂർത്തിയാക്കി തിരികെ എത്തുന്നതിന് മുൻപായി തന്നെ മുൻകൂർ ജാമ്യം തേടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഏതായാലും വേടന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഇതിലെ സാക്ഷികളുടെ മൊഴികൾ കൂടി ഉടനെ രേഖപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ഡോക്ടറുടെ പരാതിയിൽ ചില സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരാമർശമുണ്ട്. ഈ കാര്യങ്ങളിലും കൂടുതലായിട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു ക്രമക്കേടുകൾ വേടന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ ഇനി കേസെടുക്കുക. നിലവിലിപ്പോൾ IPC 376, 376N എന്നീ വകുപ്പുകളാണ് വേടനെതിരായിട്ട് ചുമത്തിയിരിക്കുന്നത്. ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് കേസെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്രീകാർത്തിക. ശരി, കിരണാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് സമാപനമായതോടെ മത്സ്യബന്ധന തൊഴിലാളികൾ വലിയ പ്രതീക്ഷയിലാണ്. വലിയ കോള് പ്രതീക്ഷിച്ചാണ് മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോയിരിക്കുന്നത്. വിഴിഞ്ഞം ഹാർബറിൽ നിന്നും രജിത് കുമാറും ഒപ്പം കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാറും ഇതിന്റെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായി വിഴിഞ്ഞത്ത് നിന്നും രജിത്തിലേക്കാണ് പോകുന്നത്. രജിത്ത്, വലിയ പ്രതീക്ഷയിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോയിരിക്കുന്നത്. ഇവരുടെ ബോട്ടുകൾ മടങ്ങിയെത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയിട്ടുള്ളത്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പോയിട്ടുള്ളത്. അത് നമുക്കറിയാം ജൂൺ 9-നാണ് ട്രോളിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ 52 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ട്രോളിംഗ് അവസാനിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള അനുമതി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഈ മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ തന്നെയാണ് അവയ്ക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അത് അത്തരമൊരു നിയന്ത്രണത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് ആ സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കം സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ അടക്കം നൽകാറുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ചെറിയ ബോട്ടുകളാണ് വിഴിഞ്ഞത്ത് നിന്നും പോകുന്നത്. ചെറിയ ബോട്ടുകളാണ്. വലിയ ട്രോളിംഗ് ബോട്ടുകൾ വിഴിഞ്ഞത്ത് ഇല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ വലിയ ബോട്ടുകളാണ്. ആ വലിയ ബോട്ടുകൾ വിഴിഞ്ഞത്ത് എത്താനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ നിന്നും ചെറിയ ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പോയിക്കൊണ്ടിരുന്നത്. മുമ്പ് ട്രോളിംഗ് തുടരുന്ന സമയത്ത് പോലും ഇവിടെ വിഴിഞ്ഞത്ത് മത്സ്യബന്ധനം നടന്നിരുന്നു. എന്നാൽ മത്സ്യത്തിന്റെ വരവ് വളരെ കുറവാണ് എന്നാണ്
ഇവർ പറയുന്നത്. വളരെ കുറച്ചു മാത്രം മത്സ്യമാണ് ഇവിടേക്ക് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ഇവർ പറയുന്നു. എന്തിനായാലും ട്രോളിംഗ് ബോട്ടുകളുള്ള ഹാർബറുകളിൽ വലിയ രീതിയിലുള്ള മത്സ്യബന്ധനത്തിന്റെ രീതികളും തുടരുന്നുണ്ട് എന്നതാണ്. ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് മാത്രം എത്തിയിട്ടുള്ള മത്സ്യത്തിന്റെ ലേലം വിളികളടക്കം ഇവിടെ തുടരുകയാണ്. നമുക്കറിയാം ഇവിടെ ചെറിയ ബോട്ടുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളും ആളുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യത്തിന്റെ കുറവും അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റ് വലിയ ട്രോളിംഗ് നടക്കുന്ന ആലപ്പുഴ പോലെയുള്ള ആ ഭാഗങ്ങളിലേക്കൊക്കെ വലിയ ബോട്ടുകൾ എത്തുന്നുണ്ട്. അവ ഇപ്പോഴും രാത്രിയോടുകൂടി 12 മണിയോടുകൂടി മത്സ്യബന്ധനത്തിനായി പോയിട്ടുമുണ്ട്. ഇവിടെ നിന്നും പോകുന്ന വള്ളങ്ങൾക്ക് 7 മണിക്ക് ശേഷം മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത്. അതും അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ചെറിയ ബോട്ടുകൾ മാത്രം ആണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് അവർ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുകയാണ്. തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലും പലപ്പോഴും ചാകരയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെ ഇവിടെ അത്തരത്തിലൊരു ചാകരയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ വളരെ പ്രതിഷേധത്തോടു കൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ ട്രോളിംഗ് നിരോധനം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട് ഇവർക്കും. കാരണം മത്സ്യത്തിന്റെ നേരത്തെ വില വളരെ അധികമായിരുന്നു. എന്നാൽ ആ വിലയിൽ ഒരു കുറവ് ഇനി മുതൽ ഉണ്ടാകുമെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. നേരത്തെ ട്രോളിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രത്തോളം വില ഇനി ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടി ഇവർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ശരി, തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നുള്ള വിവരങ്ങളാണ് രജിത് കുമാർ പങ്കുവച്ചത്. ഇനി കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രതിനിധി സുധീഷ് കുമാർ ഉണ്ട്. സുധീഷ്, കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണ് പ്രധാനമായും വലിയ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഇറങ്ങുന്നത്. ഇപ്പോൾ രജിത്ത് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ ചെറിയ ബോട്ടുകളാണ് പോകുന്നത്. നമുക്ക് അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാനം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതീക്ഷകളൊക്കെ അറിയണമെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും ശ്രീകാർത്തിക, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തികുളങ്ങര, നീണ്ടകര എന്നീ തുറമുഖങ്ങളാണ് പ്രധാനമായും വലിയ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഇറങ്ങുന്ന ഇടങ്ങളെന്ന് പറയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലം, ഈ നീണ്ടകര പാലം, അതായത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോൾ ഈ പാലത്തിന് അപ്പുറത്തേക്ക് വലിയ ബോട്ടുകളെ കടത്തിവിട്ടുകൊണ്ട് ഇവിടെ ഒരു വടം കെട്ടിത്തിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം ട്രോളിംഗ് അവസാനിക്കുമ്പോൾ ഈ വടം പാലത്തിനടിയിൽ നിന്നും അഴിച്ചു മാറ്റിയ ശേഷം അപ്പുറത്തായി ക്രമീകരിച്ചിരിക്കുന്ന വലിയ ബോട്ടുകളെ ഈ പാലത്തിന് അടിയിലൂടെ കടത്തി കടലിലേക്ക് വിടുന്നൊരു സംവിധാനമാണ് നിലവിൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ നടന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ പാലം പണി നടക്കുന്നതിനാൽ അത്തരം ഒരു സംവിധാനമില്ല. എങ്കിലും ബോട്ടുകളൊക്കെ തന്നെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടുന്ന് 2000 അടുപ്പിച്ച് വലിയ ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി ട്രോളിംഗ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും കടലിലേക്ക് പോയിട്ടുള്ളത്. അത്തരത്തിൽ ഈ ബോട്ടുകൾ ഇനി ഈ ഒരു ചാകരക്കോളുമൊക്കെയായി ഇവിടേക്ക് എത്തുന്നത് കാത്ത് ഇവിടെ നിരവധി ആൾക്കാർ നിൽപ്പുണ്ട്. ഏകദേശം 9 മണിയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ വലിയ ബോട്ടുകൾ, മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ ഈ ഹാർബറിലേക്ക് അടുക്കുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2000 മുകളിൽ ബോട്ടുകൾ പോയിട്ടുണ്ട് അല്ലേ? 2000 മുകളിൽ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ ഈ ഒരു ട്രോളിംഗ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞുള്ള സമയം എങ്ങനെ മത്സ്യബന്ധനത്തിൽ അല്ലെങ്കിൽ എങ്ങനെ മത്സ്യക്കോള് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വലിയ പ്രതീക്ഷയോടാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. ഇവിടെ നല്ല കോൾ നടക്കുന്നുള്ളതാണ് കാര്യം. നേരത്തെ തന്നെ ഈ ചെറിയ ചൂണ്ട ബോട്ടുകൾ പോയപ്പം ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പം നിൽക്കുന്നത്. എനിക്ക് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ്. ഏതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സമയം, ഈ ഒരു ട്രോളിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ സമയത്ത് ഏത് മത്സ്യങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുക? സാധാരണ ഒരു പ്രിയമുള്ള മത്സ്യങ്ങൾ ഈ സമയത്ത് കിട്ടുന്നത് ഏതൊക്കെയാണ്? ചെങ്കലവ, കൂട്ടലും ചെങ്കലവ, കരിക്കാടി, പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഉലുവ, അങ്ങനെയുള്ള മീനുകളാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെങ്കലവാണ്, ചുമന്ന മീനാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഉലുവാച്ചി, പിന്നെ കരിക്കാടി, ആ ഐറ്റം മീനുകളാണ് കിട്ടുന്നത്, കൂടുതലായിട്ട് കിട്ടുന്നത്. ഈ കരിക്കാടിയൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ്. ചാകരക്കോള് വന്നു എന്നൊരു പ്രതീതിയാണല്ലോ. ഇത്തവണ എത്രത്തോളം ഈ കാലാവസ്ഥ അനുകൂലമാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ? കാലാവസ്ഥ നല്ല രീതിയിൽ മഴ ലഭിച്ചതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ മത്സ്യം കയറുന്നുള്ളതാണ് കിട്ടുന്നുള്ളത്. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ. കാര്യം ഏറ്റവും കൂടുതൽ ചെങ്കലാവായും ഉലുവാച്ചി ആയിരിക്കും. പിന്നെ ഈ പുല്ലൻ, അതുകൊണ്ട് തന്നെ ഈ പിന്നെ എല്ലാ ഐറ്റവും മീനും കയറുന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഏകദേശം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്ത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ തുറമുഖങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും 9 മണിയോടുകൂടി ഇപ്പോൾ ആദ്യത്തെ ബോട്ടുകളൊക്കെ തന്നെ തിരിച്ചെത്തും. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ് കൊല്ലം തുറമുഖം.
ഇടുക്കിയിലെ 10 ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം. 10 ചെയിനിൽ പട്ടയം നൽകാൻ അനുമതിയില്ലെന്ന നിലപാടിലാണ് വൈദ്യുതി വകുപ്പ്. മേഖലയിൽ പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇടുക്കിയിൽ അണക്കെട്ടുകളിലെ പരമാവധി ജലനിരപ്പിൽ നിന്നും 10 ചെയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കാനായിരുന്നു മുൻ തീരുമാനം. 1974 വൈദ്യുതി വകുപ്പ് ഇത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഈ മേഖലയിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന കർഷകർക്ക് ഇതുവരെയും പട്ടയം വിതരണം ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖലകളിലും കല്ലാർകുട്ടി ഡാമിന്റെ പരിധിയിലെ 10 ചെയിൻ മേഖലയിലും പട്ടയം നൽകാനുണ്ട്. 1974 പരമാവധി ജലനിരപ്പിൽ നിന്ന്, ഡാം പരിധിയിൽ നിന്ന് പരമാവധി ജലനിരപ്പിൽ നിന്ന് 10 ചെയിൻ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയം നൽകാൻ പാടുള്ളൂ എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീടത് 1974 തന്നെ ആ ഒരു സമയപരിധിയിൽ തന്നെ അന്നത്തെ വൈദ്യുതി ബോർഡിൻ്റെ ചീഫ് ഇട്ടി ഡാർവിൻ അദ്ദേഹം പറഞ്ഞിരുന്നു 10 ചെയിൻ മേഖല ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നും ആ രീതിയിലുള്ള നടപടികളായിരുന്നു അന്ന് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് 1982 തന്നെ ഇത് പ്രകാരം പട്ടയ നടപടികൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ 10 ചെയിൻ മേഖല ഏറ്റെടുക്കേണ്ടതില്ല, ആ മേഖലയിലും പട്ടയം നൽകാമെന്ന രീതിയിൽ ഉത്തരവിറക്കി മുന്നോട്ട് പോയിരുന്ന. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. 10 ചെയിൻ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ തടസ്സങ്ങളില്ലെന്ന റിപ്പോർട്ട് 2017 കളക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. നിലവിൽ 10 ചെയിൻ, 3 ചെയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ഇവർ പറയുന്നത്. ഇതോടെ നടപടികൾ വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അകലം കുറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായി. കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് പടലപ്പിണക്കം മറന്ന് ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം. സമസ്തയ്ക്കും മുസ്ലിം ലീഗിനുമിടയിൽ മഞ്ഞുരുകുന്നു. പടലപ്പിണക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു മുന്നോട്ടു പോകാൻ ഇരു സംഘടനകളും ധാരണയായി. കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും ലീഗിന്റെയും നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ഒരുമിക്കാവുന്ന മേഖലയിൽ യോജിച്ചു മുന്നോട്ടു പോകാൻ യോഗത്തിൽ ധാരണയായി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലാണ് നിർണായക തീരുമാനം. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും. വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും നമ്മുടെ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം അത് ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സമസ്തയിലെ ജിഫ്രി വിഭാഗവും ലീഗും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 2 തട്ടിലായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമസ്തയുടെ സഹായം ലീഗിന് ആവശ്യമുണ്ട്. സംഘടനയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് ലീഗിന്റെ പിന്തുണ സമസ്തയ്ക്കും അത്യാവശ്യമാണ്. ഇതാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ഇരു കൂട്ടരെയും എത്തിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാമ 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 പാഹി മാം. അറിവിനൊപ്പം ധർമ്മബോധവും ഉണ്ടാവണമെന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. ജീവിതത്തിന് വേണ്ട ഉത്തമ മാതൃകകളാണ് രാമായണത്തിലുള്ളതെന്നും മാതാ അമൃതാനന്ദമയി മഠം തലശ്ശേരി മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി പറഞ്ഞു. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ശാസ്ത്രങ്ങളാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. രാമായണവും നമുക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന് മാതൃകകൾ ആവശ്യമാണ്. അത്തരം ഉത്തമമായ നിരവധി മാതൃകകൾ നമുക്ക് രാമായണത്തിൽ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നാം രാമായണം വെറും കഥയല്ലേ എന്ന്. വാസ്തവത്തിൽ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ നമ്മളോടൊത്ത് ജീവിച്ച് നമ്മളെ ഈശ്വരപദത്തിലേക്ക് ഉയർത്താനായി മനുഷ്യരൂപമെടുക്കുന്നു. അവരെയാണ് നമ്മൾ അവതാര പുരുഷന്മാരെന്ന് പറയുന്നത്. അപ്പോൾ രാമനും കൃഷ്ണനുമെല്ലാം ഇവിടെ ജീവിച്ച് നമ്മളോടൊപ്പം ജീവിച്ചവർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല.
നമ്മൾ അറിവ് നേടിയോണ്ട് മാത്രം കാര്യമാകുന്നില്ല. രാവണന് അറിവുണ്ടായിരുന്നു, വേദപണ്ഡിതനായിരുന്നു, പക്ഷേ ധർമ്മബോധം ഇല്ലായിരുന്നു. ധർമ്മബോധം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും നുകരാൻ സാധിക്കുകയുള്ളൂ. രാമായണം വെറുതെ പാരായണം ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മൾ അതിലെ സന്ദേശം കൂടി ഉൾക്കൊള്ളണം. പിറ്റേ ദിവസം രാമന് പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. ആ നിമിഷം കൈകേയി പറയുന്നു, നീ വനത്തിലേക്ക് പോകണം, 14 വർഷം വനത്തിലേക്ക് പോകണം, ഭരതനെ രാജാവായി വാഴിക്കണം എന്ന്. വാസ്തവത്തിൽ രാമൻ അതിനെ യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ പിതാവിൻ്റെ വാക്കിനെ പാലിക്കാനായി തൻ്റെ ധർമ്മം പുത്രധർമ്മമായി സ്വീകരിച്ച് അതിനെ കൈക്കൊണ്ടു. അതേസമയം കൈകയോട് യാതൊരു വിദ്വേഷമോ നീരസമോ പ്രകടിപ്പിക്കുകയും ചെയ്തില്ല. രാമൻ നമുക്ക് കാണിച്ചു തരുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എന്തു ത്യാഗം സഹിച്ചും നമ്മൾ ആ ധർമ്മം പാലിക്കണം എന്ന് തന്നെയാണ്. ശരിയായ ഒരു കാഴ്ചപ്പാട് പകർന്നു തരാൻ രാമായണത്തിന് അല്ലെങ്കിൽ ഇത്തരം ഇതിഹാസങ്ങൾക്ക് കഴിയുന്നു. രാമൻ സുഗ്രീവനുമായിട്ടുള്ള സമാഗമ സന്ദർഭം. സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങൾ 4-5 പേർ മല മുകളിൽ നിൽക്കുമ്പോൾ ഒരു രാക്ഷസൻ ഒരു സുന്ദരിയായ സ്ത്രീയെയും അപഹരിച്ചു പോകുന്നത് കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ തൻ്റെ ഉത്തരീയത്തിൽ എൻ്റെ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞ് നിക്ഷേപിച്ചു. അവർ തീർച്ചയായിട്ടും സീത തന്നെ ആയിരിക്കും. എന്നിട്ട് ആ ആഭരണങ്ങളെല്ലാം കൊണ്ട് രാമനെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. രാമൻ പ്രേമപൂർവ്വം ആ ആഭരണങ്ങളെ മാറോട് ചേർക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനോട് കാണിക്കുന്നു, ഈ ആഭരണങ്ങൾ നോക്കൂ, ഇത് സീതയുടെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഇതിൽ ചിലങ്കകൾ സീതയുടെ തന്നെയാണ്, എന്നാൽ തോൾവളകളോ കുണ്ടലങ്ങളോ സീതയുടേതാണെന്ന് എനിക്ക് നിശ്ചയമില്ല. കാരണം ഞാൻ നിത്യവും പാദ നമസ്കാരം ചെയ്യാറുള്ളത് കൊണ്ട് ആ ചിലങ്കകൾ സീതയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാം എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. നോക്കുക, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, ജ്യേഷ്ഠപത്നിയോട് എങ്ങനെയായിരിക്കണം, അതുപോലെ ഓരോ സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാമൻ ഒരു ഉത്തമ മാതൃകാ പുരുഷൻ തന്നെയായിരുന്നു, ഉത്തമ രാജാവായിരുന്നു, ഉത്തമ മിത്രമായിരുന്നു, ഉത്തമ പുത്രനായിരുന്നു. ഇങ്ങനെ നിരവധി പ്രതീകങ്ങൾ, നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണ മെനു ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കുട്ടികൾക്ക് ശരിയായ പോഷകങ്ങൾ ലഭിക്കാൻ പുതിയ മെനു സഹായിക്കും. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതുക്കിയ മെനു പ്രകാരമുള്ള ഭക്ഷണം ലഭ്യമാവുക. പഴയ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ അവ മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിച്ചാൽ ഓടിയെത്തുന്ന, ചോറും പയറും വാങ്ങി സ്കൂൾ ഇടനാഴികളിലിരുന്ന് കഴിക്കുന്ന മനോഹരമായ ഓർമ്മകൾ ഇനി പഴങ്കഥയാകും. ഇന്നു മുതൽ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ഇനി എഗ് റൈസ് മുതൽ വെജിറ്റബിൾ ബിരിയാണി വരെ ഉച്ചഭക്ഷണമായി ലഭിക്കും. ചോറും പയറുകറിയും മാത്രമല്ല, ഓരോ ദിവസവും ഭക്ഷണ മെനു മാറും. കുട്ടികൾക്കായി അവരുടെ ആരോഗ്യവും ഇഷ്ടങ്ങളും കണക്കിലെടുത്ത് വിദഗ്ധ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ ഭക്ഷണ മെനു സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിൽ ഉൾപ്പെടും. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ്, ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റഷ്യയിലെ പ്രശസ്തമായ കൃതികൾ റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ശ്രദ്ധേയനാവുകയാണ് ആലപ്പുഴ ചേർത്തല സ്വദേശി CS സുരേഷ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ സുരേഷ് റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നേരിട്ട് വിവർത്തനം നടത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ്. സാഹിത്യം ഇഷ്ടവിഷയമായിരുന്നുവെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠന വിഷയമായി തിരഞ്ഞെടുക്കേണ്ടി വന്ന കൗമാരക്കാരൻ ഒരു നിയോഗമെന്ന വണ്ണം അതിനായി അവസരം ലഭിച്ചതാകട്ടെ സോവിയറ്റ് യൂണിയനിലും. നീണ്ട 7 വർഷക്കാലം റഷ്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭാഷയും സംസ്കാരവും ഉള്ളു തൊട്ടറിഞ്ഞാണ് ആ കൗമാരക്കാരൻ ഇന്ത്യയിലേക്ക് തിരിച്ചത്. ഇന്നത് മറ്റൊരു ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തുകയാണ്.
CS സുരേഷ് എന്ന ആലപ്പുഴ ചേർത്തല സ്വദേശി സോവിയറ്റ് യൂണിയനിലെ പാട്രിസ് ലുമുംബ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത്. ആ അനുഭവ സമ്പത്ത് റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നേരിട്ട് വിവർത്തനം ചെയ്ത ആദ്യ വ്യക്തി എന്ന നേട്ടത്തിലേക്ക് കൂടി കൊണ്ടെത്തിച്ചു. എല്ലാം ഒരു നിയോഗം പോലെ. വളരെ ആകസ്മികമായാണ് ഞാൻ വിവർത്തനത്തിൻ്റെ ഒരു രംഗത്തേക്ക് വരുന്നത്. ശരിക്കും വിവർത്തനം എൻ്റെ ഒരു തൊഴിലേ അല്ല. എന്നിരുന്നാലും റഷ്യൻ ഭാഷ അറിയാമെന്നുള്ളതുകൊണ്ടും റഷ്യൻ ഭാഷ എൻ്റെ വളരെ അടുത്ത ഒരു ഭാഷയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ഒരു രംഗത്തേക്ക് വരാൻ ഇടയായത്. പല ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മലയാള സാഹിത്യത്തിന് സുപരിചിതമാണ്. എന്നാൽ റഷ്യൻ ഭാഷയുടെ അന്തസത്ത തൊട്ടറിഞ്ഞ നേരിട്ടൊരു വിവർത്തനാനുഭവം മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കുകയാണ് സുരേഷ്. യെവ്ഗനി വൊദലാസ്കിൻ്റെ ലാറൂസ് എന്ന വിശുദ്ധനായിരുന്നു ആദ്യ വിവർത്തനം. ഇന്ന് 5 റഷ്യൻ സാഹിത്യകൃതികൾ സുരേഷ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നീലാകാശത്തിൽ നിന്ന്, ലാസറിൻ്റെ പെണ്ണുങ്ങൾ, പെത്രോ കുടുംബത്തിൻ്റെ പനിക്കെടുതികൾ, ഒരു പെൺകുട്ടി, മെട്രോപോൾ ഹോട്ടലിൽ നിന്നും എന്നിവയാണ് മറ്റ് കൃതികൾ. മൂലഗ്രന്ഥകാരനേക്കാൾ പ്രയാസമേറിയതാണ് ഒരു വിവർത്തകൻ്റെ ജോലി. മൂലകൃതി വായിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം 2 ഭാഷകളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും അറിഞ്ഞിരിക്കേണ്ടത് ഒരു വിവർത്തകനെ സംബന്ധിച്ച് പ്രധാനമാണ്. ഈ ശ്രമകരമായ ജോലിയെയാണ് തികഞ്ഞ ബിസിനസ്സുകാരൻ കൂടിയായ സുരേഷ് കയ്യെത്തിപ്പിടിച്ചത്. ഇനിയൊരു വിവർത്തന കൃതിക്ക് ആ തൂലിക ചലിക്കില്ലെങ്കിലും റഷ്യൻ അനുഭവങ്ങളുടെ ചിറകിലേറി സ്വന്തമായി ഒരു പുതിയ കൃതി എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് സുരേഷിലെ സാഹിത്യകാരൻ. അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ശരിയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണിയുടെ ഒരു നില എങ്ങനെയായിരിക്കും? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. US പുതിയ താരിഫ് പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുള്ള സമ്മർദ്ദത്തിൽ വിപണിയിൽ ഇന്നലെ ഒരു നഷ്ടം പ്രകടമായിരുന്നു. മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂല തരംഗവും വിപണിയുടെ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ആഴ്ചയിൽ അവസാന വ്യാപാര ദിവസമായതുകൊണ്ട് അതിന്റെ സ്വാധീനവും ഉണ്ടാവും. മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് 24,600 എന്ന നിലവാരമാണ് ഏറ്റവും പ്രധാനം. 2 തവണ ആ ഒരു നിലവാരത്തിൽ എത്തി വിപണി തിരിച്ചു കയറിയതുകൊണ്ട് തന്നെ ഒരു പ്രബലമായ സപ്പോർട്ട് ആ ഒരു നിലവാരത്തിലുണ്ട്. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 24,900 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. അതുവരെ 24,600, 24,900 എന്ന നിലവാരത്തിന് ഇടയിൽ നീങ്ങാൻ തന്നെയാണ് സാധ്യത. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വലിയൊരു സ്വാധീനം വിപണിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ തോതിലുള്ള വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും വലിയൊരു വിൽപ്പന അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നീക്കവും നിർണായകമായിരിക്കും. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ വളരെ തൃപ്തികരമാണെങ്കിലും. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഇനി നോക്കാം കായിക വാർത്തകൾ. കായിക വാർത്തയിലേക്ക് പോകാം. അതിനു മുന്നായി മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ MyG ഫ്യൂച്ചർ ഷോറൂം മാനന്തവാടിയിൽ നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു. വീണ തിയേറ്ററിന് സമീപം കളമ്പുകാട് ബിൽഡിംഗ്സിലാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് ഷോറൂമിൽ ലഭ്യമാണ്. മികച്ച ഓഫറുകളും വലിയ വിലക്കുറവും MyG ഫ്യൂച്ചർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ അവസാന ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ഓവലിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 1-ാം ദിവസം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസ് എടുത്തിട്ടുണ്ട്. 52 റൺസ് എടുത്ത കരുൺ നായർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിന് വേണ്ടി ജോഷ് ടങ്, ഗുസ് അറ്റ്കിൻസൺ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മഴ കാരണം മത്സരം പലപ്പോഴായി തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.